ഇരിട്ടി ഉളിക്കൽ പാതയിൽ കടത്തങ്കടവ് മുതൽ കാണിക്കരി വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുഭാഗവും കാട് മൂടിക്കിടക്കുന്നത് യാത്രികർക്ക് വലിയ ഭീഷണിയാകുന്നു. റോഡിലേക്കും വൈദ്യുതി ലൈനുകളിലേക്കും കാട് ചാഞ്ഞു വളർന്നതോടെ ഗതാഗതം ഏറെ അപകടകരമായി മാറിയിരിക്കുകയാണ്. റോഡിന്റെ വശങ്ങൾ കാട് പിടിച്ചതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രികർക്ക് ഒതുങ്ങി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റോഡിന്റെ നടുവിലൂടെ നടക്കേണ്ടി വരുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. പുലർച്ചെ പാൽ വിതരണത്തിന് പോകുന്നവർ ഉൾപ്പെടെയുള്ളവർ വലിയ ഭീതിയോടെയാണ് ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്നത്. മാത്രമല്ല, റോഡരികിലുള്ള KCB ഇലക്ട്രിക് പോസ്റ്റുകൾ കാട് മൂടിക്കഴിഞ്ഞു. വൈദ്യുതി ലൈനുകളിലൂടെ കാട് പടർന്ന് റോഡിന്റെ മറുവശം വരെ എത്തിയത് ഷോർട്ട് സർക്യൂട്ടിനും മറ്റു വൈദ്യുതാപകടങ്ങൾക്കും സാധ്യതയൊരുക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പള്ളിക്കരി മുതൽ പിന്നെ സ്കൂൾ വരെ ഞങ്ങൾ 2 ദിവസം മൊത്തം ബാക്കിലാണ്. നാട്ടിലെ യുവാക്കളെല്ലാം കൂടി ബാക്കി വൃത്തിയാക്കിയിട്ടാണ്. അതിനുശേഷം വന്നാണ് ഇങ്ങനെ ഇപ്പോൾ. പിന്നെ തൊഴിലുറപ്പ് പാർക്ക് എല്ലാവരുടെ വീട്ടിലെ പറമ്പ് വൃത്തിയാക്കാൻ നേരമുണ്ട്. ഈ സംഗതിക്ക് നേരമില്ല. രാവിലെ ഒരാൾ പാലും കൊണ്ട് അതിലെ കൂടി വരണമെങ്കിൽ നടന്ന് വരണമെങ്കിൽ ഒരു സ്ഥലവും ഇല്ല. വലത്തോട്ടും പിടിക്കാൻ പറ്റില്ല, ഇടത്തോട്ടും പിടിക്കാൻ പറ്റില്ല, പാലും മാത്രം. പോയി നോക്കാം. വിദ്യാർത്ഥികളാണ് സ്കൂളിൽ നടന്ന വിദ്യാർത്ഥികളുണ്ട് കുറേ പേര്. അവർക്ക് എത്ര കോഴ്സ് നടക്കില്ല, മിക്കവാറും നടന്നു വരുന്നത്. നമ്മളിപ്പോൾ പണിയും കഴിഞ്ഞ് വരുന്നത് അതിന് പോകുമ്പോണ്ടല്ലോ. അവിടെ വണ്ടി കാണുമ്പം രാവിലെ കാട്ടിൽ കയറി നിങ്ങൾ ആ ഭാഗം മാത്രം നോക്കി. നിങ്ങൾ ആ ഭാഗം മാത്രം ഇതൊന്നും എടുക്കണ്ട, എടുപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം മാത്രം പോയി നോക്കിയത് വണ്ടി രാവിലെ വരുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് നമ്മളെന്താൽ ഇടത് കഴിക്കും പാല് മാത്രം പിടിക്കാൻ പറ്റില്ല, വലത് കഴിക്കും പിടിക്കാൻ പറ്റില്ല. അത് മാത്രം വീടിയൊന്നും എടുക്കണ്ട, അത് മാത്രം വീടിന് കണ്ണിക്കാരുള്ള സംഗതി നോക്കും. തൊഴിലുറപ്പുകാരുണ്ട്, അവർക്കെല്ലാം കൂടി പിന്നെ വലിയ ആൾക്കാരുടെ വീട്ടിലെ മഴക്കുഴിയോ മഴ തീരുമ്പോൾ മഴക്കുഴിയും തെങ്ങിൻ്റെ ചോടും തുറക്കല്ല ഇതിൻ്റെ മെയിൻ ആവശ്യം. റോഡാണ് വേണ്ടത്. ഇത് PWDന്ന് PWD പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ചെയ്ത് മാറ്റണ്ടല്ലേ അത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അടുത്ത ദിവസം ചെയ്യും. അതിനകത്ത് പറയുന്ന വിഷയമൊന്നുമില്ല. പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോയാലും വെക്കില്ല. ഇത് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ പിറ്റേന്ന് വരും മാന്താൻ വേണ്ടി. അതാ സംഗതി അത് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഇവിടുന്ന് പാലത്തിൻ്റെ ഇവിടുന്ന് ഇത്രയും ഭാഗം തെളിവാണ്. അങ്ങോട്ട് റീനക്കാർ കുറച്ച് വായിക്കിയിട്ടുണ്ട്, അവർ വായിക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടുന്ന് അങ്ങോട്ടെ കണ്ണിക്കരി വരെ ഒരു സ്ഥലത്ത് നടക്കാൻ പറ്റില്ല. നമ്മളെ വീട്ടിലൊക്കെ പിന്നെ നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കുന്നുണ്ട്. ആ വണ്ടി വരുന്നത് മാത്രം. അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ ഇലക്ട്രിക് പോസ്റ്റ് അങ്ങോട്ട് നിർത്തി ഞാൻ കാണിച്ചുതരാം. വളർത്തിയ പോലെ ആ വളർന്ന ചെടി നോക്കിയാൽ റോഡുമിലേക്കാണ് ഇഞ്ച വളർന്നത്. അടം വരെ പോയിട്ട് എടുക്കാൻ പറ്റും. അതിനകത്ത് ഒരു കുഴപ്പമില്ല. അടിയന്തരമായി ഈ ഭാഗത്തെ കാട് വെട്ടിത്തെളിച്ച് ഗതാഗതയോഗ്യമാക്കണമെന്നും വൈദ്യുതി ലൈനുകളിലെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.